السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين إلى الله. أما بعد. അപ്പോൾ യാത്രയെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ഈ ശാരീരിക ഹൃദയം കൽബ് കൊണ്ടുള്ള യാത്ര. ഇപ്പോൾ ഒരു കുട്ടി പ്രായപൂർത്തിയായി റഷീദായി രക്ഷിതാവിടെ ശ്രദ്ധയുള്ള സ്ഥലത്താണ് പറയുന്നത്. മൂവനായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞി 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി അവൻ 6 വയസ്സ് 7 വയസ്സ് വരെ സാധാരണ ഒരു ആട്ടിൻകുഞ്ഞിയുടെ ഒരു കോഴിക്കുഞ്ഞിന്റെ പ്രാപ്തിയിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് 15 വയസ്സ് റഷീദായി ബുലൂഗാകുമ്പോൾ അവൻ ഒരു പ്രധാനപ്പെട്ട ജീവിയായി. കാരണം അവൻ ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്തുകൂടാ, ഇന്നത് കണ്ടുകൂടാ, ഇന്നത് തൊട്ടുകൂടാ, ഇന്നത് സംസാരിച്ചുകൂടാ, ഇന്നത് വിചാരിച്ചുകൂടാ. ഇത്രത്തോളം മലക്കുകളെ പോലെ മലക്കീയ പദവിയിലേക്ക് ഉയരാൻ മനുഷ്യർ അതവിടുന്ന് വയസ്സ് പ്രായം കൂടുന്തോറും എല്ലാ സമയങ്ങളും അള്ളാഹുവിന്റെ പരിസ്ഥിതി ചെലവഴിക്കുകയാണെങ്കിൽ ഇതാ മലക്കൂത്തി റബ്ബുൽ ആലമീൻ ഭൂമിയിൽ നിന്ന് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോ ഇത് ചെയ്യുന്നത് പോലെ മറ്റൊരാളെ കൽബിരുതും കൂടി കാണാനുള്ള സ്ഥിതിയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആമിന മാതാപിതാക്കൾക്ക് ജനിച്ച മല കുടിച്ച കുഞ്ഞിയായിരുന്നു. പക്ഷേ സാധാരണ കുട്ടിയല്ല, അത്ഭുത കുട്ടിയാണ്. 40-ാമത്തെ വയസ്സിൽ നബിയായപ്പോഴേക്കും 1.25 ലക്ഷം നബിമാരുടെ മേലെ കടന്ന് 1.25 ലക്ഷം നബിമാരിൽ ആരുമെത്താത്ത സ്ഥലത്തേക്ക് എത്തി ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ. അങ്ങനെ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളുടെ കഥ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ആ റൂഹിയായി കൽബിയായുള്ള യാത്ര നാം ഉയരം, മറിച്ച് ആ പണ്ടത്തെ അവസ്ഥയിലാണ് അങ്ങനെയുള്ള എത്രയോ നിർഭാഗ്യവാന്മാരായ ആളുകൾ നമ്മുടെ പരിസരത്തും നമ്മുടെ കുടുംബങ്ങളിലും നാം കാണുന്നില്ലേ? നമുക്കറിയാം. മനുഷ്യൻ വളർന്നിങ്ങനെ ചെറുപ്പത്തിൽ വളർന്ന് ദീനീബോധമില്ലാതെ തലയും താടിയും നരച്ചു കഷണ്ടിയായി കണ്ണട വെച്ച്, എന്നിട്ടും കണ്ണിന്റെ കാഴ്ചയില്ല, കാലിന് മുട്ടിന്റെ വേദന. 8 വയസ്സ് 9 വയസ്സിൽ പഠിച്ച ആ പള്ളിയിൽ പോയി ഫാറദ് നിക്കാത്തിൽ മസ്ബൂക്കായിട്ട് സലാം കിട്ടിയ വളർത്തുള്ളി ഓടി ഇടിയക്കോലായിരുന്നു. ബസ് സ്റ്റോപ്പിലും ലൈബ്രറിയിലും പോയിരിക്കുന്ന എത്ര വയസ്സുള്ള ആളുകളാണ്. അസ്ഫൽ സാഫി മനുഷ്യനെ സുന്ദരമായ രൂപത്തിൽ ഞാൻ പഠിച്ചു. അവന്റെ ആരോഗ്യം കൊടുത്തു, സൗന്ദര്യം കൊടുത്തു, കഴിവ് കൊടുത്തു, വിദ്യാഭ്യാസം നടക്കി. പിന്നെ നീചമായ ഏറ്റവും താഴ്ന്ന അത്തുംബിത്തുമാകുന്ന അവസ്ഥയിലേക്ക് ഒന്നുമില്ലാതെ മരിച്ചു പോകുന്ന, അങ്ങനെ വിധിക്കപ്പെടുന്ന ആളുകൾ അവർക്ക് ഭൂമിയിലൂടെ അത് അബുദാബി പോയിട്ടുണ്ടാവും, ദുബായി പോയിട്ടുണ്ടാവും, ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് 5 വയസ്സുള്ളതിനേക്കാൾ ഒരു പുരോഗതിയുമില്ല. നമുക്കറിയാം, വേദന തോന്നുന്നു. ചില പ്രായമുള്ള ആളുകൾ 60, 70, 80 കഷണ്ടി ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക 100, 2, 4, 5 തരം മരുന്നുകൾ കഴിക്കുന്നു. എന്നിട്ടും മഗ്‌രിബിന്റെ ഇശാന്റെ അടിയിൽ പീഡിയക്കോലായി നിന്ന് ദൈവത്തോഷത്തിനോ പ്രസാദിനോ വേണ്ടാത്തതിനോ ചെലവഴിക്കുന്ന നിർഭാഗ്യമാണ് അവരുടെ ഹൃദയം. ആ പണ്ട് ജനിച്ച സ്ഥലത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്താതിരിക്കട്ടെ. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവ പുതുവത്സരപ്പിറവിയ ജനുവരി 1 അല്ലേ? നമ്മുടെ ജനുവരി നമ്മുടെ ജീവിതത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞ് കബറിലോട്ട് അങ്ങോട്ട് അടുത്ത് കൊല്ലം ആദം നബി അലൈഹി സ്വലാമിന്റെ ഉടുന്ന് യാത്ര ചെയ്ത് ഉമ്മാന്റെ പള്ളയിൽ ഈ ലോകത്തേക്ക് വന്ന് നമുക്കെല്ലാം 30, 25 വയസ്സ്, 40, 50, 60, 70 കഴിഞ്ഞ് ഇരിപ്പെത്തുന്നില്ല. എയർപോർട്ടിൽ അന്ന് വാങ്ങി വീട്ടിലേക്ക് എത്തേണ്ട സമയം, കബറിലേക്ക് എത്താൻ കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്ത് വേണം? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ അല്ലാഹു ഉയർത്തണം, അതിനേക്കാൾ കൂടുതൽ എടുക്കണം. ഓരോ ദിവസവും കഴിയുമ്പോൾ എന്തെങ്കിലും 4 ദിക്ർ അധികം ചെയ്യാൻ, എന്തെങ്കിലും 4 സൽക്കർമ്മം അധികരിച്ച് ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താനുള്ള യാത്ര കൽബ് കൊണ്ട് ചെയ്യണം. അതിനോട് നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഷ്ട ജീവിതം, അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതത്തിൽ ചെലവഴിച്ച് നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതാണ് മറ്റൊരു യാത്ര. പക്ഷെ നമ്മുടെ ക്ലാസിന്റെ യാത്ര അതല്ല, നമ്മുടെ സാധാരണ യാത്രയാണ്. സാധാരണ യാത്രക്കാർക്ക് ഒരു 6-7 അളവുകളുണ്ട് യാത്രക്കാർക്ക്. ഒന്ന് ഹുഫ തടയുക. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഹുപ്പ ഇട്ട് ധരിച്ച് യാത്ര പോകുന്ന ആളാണെങ്കിൽ അവന്റെ യാത്രയിൽ ഒതുവോടുകൂടി എടുത്ത് ഹുപ്പ ധരിച്ചാൽ പിന്നെ 3 ദിവസത്തേക്ക് ഹുപ്പ തടവുണ്ട്. ഒതു ചെയ്യുന്ന അവസരത്തിൽ ജനാപത്തുണ്ടായിട്ടെങ്കിൽ തല തടി ചെവി തടയാൻ ഹുപ്പന്റെ പേരെ തടയാൽ മതി. 3 ദിവസത്തേക്ക് കഴിക്കണ്ട ജനാപത്തിലേക്ക്.
അത് യാത്രക്കാർക്കുണ്ട്. നാട്ടിലാണെങ്കിൽ ഒരു 24 മണിക്കൂർ പറ്റും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് തേമം. വെള്ളമില്ല ഞാൻ തേമം ചെയ്ത നമസ്കാരം മറക്കണ്ട. നാട്ടിൽ നിന്നും തേമം വെള്ളം ഇല്ല ഞാൻ തേമം ചെയ്യാം. നാട്ടിൽ തേമം ചെയ്യാൻ നമസ്കാരം മറക്കണം. വെള്ളം കിട്ടാത്ത തേമം ചെയ്യാൻ യാത്രക്കാർക്ക് തേമം കുടിക്കൊണ്ടിരിക്കുക തേമം ചെയ്യാൻ നമസ്കാരം മറക്കണ്ട. പിന്നെ നിസ്കാരം, സുന്നത്ത് നിസ്കാരം വാഹനപ്പുറത്ത് വെച്ച് നിസ്കരിക്കുക. ഫർദ് നിസ്കാരം നമുക്ക് വാഹനപ്പുറത്ത് നിസ്കരിച്ചൂടാ. സാധാരണ ബസ്സിൽ പറ്റൂല. ചലിക്കുന്നത് ഇതാണ്. സുന്നത്ത് നിസ്കാരം നമുക്ക് ബസ്സിൽ നിസ്കരിക്കാം, കുതിരപ്പുറത്ത് നിസ്കരിക്കാം, നടന്നുകൊണ്ട് നിസ്കരിക്കാം. ഇതൊക്കെ നമ്മളാരും ശ്രദ്ധിക്കാത്ത നിസ്കാരം. പരിശുദ്ധ റമദാനിലൊക്കെ നമ്മൾ എത്രയാ അവസാനത്തെ 21-ാം രാവ് 23-ാം രാവൊക്കെ നമ്മൾ മൊബൈലൊക്കെ യാത്ര ചെയ്തില്ലേ. ബസ്സിന്ന് നിസ്കരിക്കുക. തറാവീഹ് ബസ്സിന്ന് നിസ്കരിക്കുക. എപ്പോഴും 4 റക്അത്ത് ദുഹറിന്റെ ശേഷം നിസ്കരിക്കുക. നമ്മൾ സലാം വിട്ട് വിട്ടനെ ബസ്സിക്കലെ ബസ്സിന്റെ സീറ്റിൽ നിന്ന് നിസ്കരിക്കുക. സുന്നത്ത് നിസ്കാരത്തിന് കിബില ആവശ്യമില്ല. കിബിലക്ക് മുന്നേണ്ട ആവശ്യമില്ല. റുക്കൂ സുജൂദ് ശരിക്കും ചെയ്തോണമെന്നില്ല. ബസ്സില്ല, നടക്കുകയാണോ നടന്നോണ്ട് നിസ്കരിക്കാം, നടന്നുകൊണ്ടും നിസ്കരിക്കാം. കിബില ആവശ്യമില്ല. തെറ്റ് സാധിക്കുന്നത് നടക്കുന്ന മാത്രം കിബില. പിന്നെ അങ്ങ് നടക്കുക, റുക്കൂ സുജൂദും ഭൂമിയിൽ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ ചുരുക്കം നമ്മൾ ബസ്സിൽ നിന്നൊക്കെ സുന്നത്ത് നിസ്കരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ യാത്രയൊന്നും 2 മാർഗം പാടുന്നില്ല. ബസ്സിൽ നിന്ന് ഈ സുന്നത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ നിസ്കാരം അതിന് 131 കിലോമീറ്റർ ഉണ്ടാകും. 131 കിലോമീറ്ററിന്റെ ഉപാധി നിസ്കാരം ജമ്മും കസറാക്കുന്നതിനും നോമ്പുകാരന്റെ നോമ്പൊഴിക്കാനേ ഉള്ളൂ. മറ്റ് യാത്രന്റെ ആനുകൂല്യങ്ങളൊക്കെ ചെറിയ യാത്രക്കൊക്കെ ഉണ്ട്. അപ്പം ബസ്സിൽ നിന്നൊക്കെ യാത്ര നിസ്കരിക്കാൻ കിബില ആവശ്യമില്ല. സുജൂദ് പൂർണ്ണമായിക്കൊണ്ട് കഴിയുമെങ്കിൽ കിബിലൊക്കെ മുന്നിടുക. ബസ് വിചാരണം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇരിക്കുമ്പോഴാണ് നമ്മൾ കൈ കെട്ടുന്നത്. അതിനോട് നേരെ കൈ കെട്ടിയാണ് ഇരുന്നാൽ മതി. സീറ്റിൽ നിന്ന് നിസ്കരിക്കുക. തറാവി 20 നിസ്കരിക്കുക. ഫാത്തിഹ സൂറത്ത് റുക്കൂ ചെയ്യുന്നു. അപ്പൊ റുക്കൂ ചെയ്യുമ്പോഴേ അള്ളാഹു തലേന്ന് വിളിക്കുക. സെമി റുക്കൂവിന് അധികം വിളിക്കുക. അപ്പൊ അടുത്ത വിഷയം പറഞ്ഞാലോ അവിടെ മിണ്ടാതിരുന്നാ മതി. നിസ്കാരം അത് ചെല്ലുമ്പോൾ തീരിലൊന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞ അവസരമായിരിക്കും. ഞാൻ നിസ്കാരത്തിലായിരുന്നു കേട്ടോ, എന്താ വിഷയം ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് 20 തറാവി കളയേണ്ട ആവശ്യമില്ല. 21-ാം രാവ് 23-ാം രാവൊക്കെ നമ്മൾ പലപ്പോഴും ഉമ്മാനെ ആശുപത്രിയിലാക്കി പോയിക്കൊണ്ടൊക്കെ വരുന്നുണ്ടാവില്ലേ. 21-ാം രാവായിരിക്കും. ആ തറാവി കളയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ യാത്രക്കാർക്ക് സുന്നത്ത് നിസ്കാരത്തിൽ കിബില ആവശ്യമില്ല. സുജൂദ് റുക്കൂ ഒന്നും പൂർണ്ണമാക്കണമെന്നില്ല. ഇതൊക്കെ യാത്രക്കാരായ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നാം ഖബറിലേക്ക് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഖബറിലേക്കുള്ള യാത്ര ഉടനെയാണ്. ബർത്തെടുത്തിട്ട് ഉറങ്ങുമ്പോലെയാ. നമ്മൾ മംഗലാപുരത്ത് കൊച്ചിയിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്താൽ അത് ഭക്ഷണം കഴിച്ച് റിസർവേഷൻ ചെയ്ത് നല്ല കമ്പാർട്ട്മെന്റ് ഫസ്റ്റ് ക്ലാസ് എടുത്ത് സുഖമായി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ രാവിലെ ഉറങ്ങാൻ വേണ്ടി ബസ് വണ്ടി നമുക്ക് മേടിച്ചിട്ടുണ്ടാവും, അങ്ങെത്തിയിട്ടുണ്ടാവും, തലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും ട്രെയിൻ ഓടുന്നത് പോലെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും ഖബറിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. നമ്മൾ രാത്രി 8-9 മണിക്ക് രാത്രി കിടന്ന് രാവിലെ 6 മണിക്ക് 5 മണിക്ക് എഴുന്നേറ്റ് നോക്കിയാൽ എത്രയോ കിലോമീറ്റർ നമ്മുടെ ജീവിതത്തിൽ 48 മണിക്കൂറാണ് നമ്മൾ ആയുസ് ബാക്കിയുണ്ടെങ്കിൽ രാത്രി 10 മണിക്കൂർ തുടങ്ങിയാൽ ഇനി 38 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉറങ്ങിയണിക്കും നമ്മൾ യാത്രയിലാണ്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ അതൊക്കെ യാത്ര സുന്നത്ത് നിസ്കാരത്തിൽ ഇതൊക്കെ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ യാത്രക്കാർക്കുള്ള ആനുകൂല്യമാണ്. അവിടെ കിബിലക്ക് മുൻവേണ്ട ആവശ്യമില്ല. റുക്കൂ സുജൂദൊക്കെ തലകൊണ്ട് ആകെ കാണിച്ചാൽ മതി. നടന്നുകൊണ്ടും നിസ്കരിക്കാം. നടത്തത്തിലാണെങ്കിൽ നിസ്കരിക്കാം. റുക്കൂ സുജൂദും പൂർത്തിയാക്കണം. ബാക്കി എഴുത്തുകാരന് നടക്കുക. അത്തഹിയാത്തുകളിൽ നടന്നുകൊണ്ട് അത്തഹിയാത്തുൽ വാറക്കാത്തു സർവാത്തു കിബില വേണ്ട. പിന്നെ എന്ത് വേണം? പോന്ന വഴിക്കല്ലാതെ ചെയ്ത് നമ്മൾ കേക്കോട്ടാ പോന്ന് എന്നാ പിന്നെ തെക്കോട്ട് തിരിഞ്ഞൂടാ. കാരണം ഇത് വേണ്ടാ തിരിയാ. നീ എങ്ങോട്ടാ പോന്ന് ആ ഭാഗത്ത് തിരിഞ്ഞ് അത്തഹിയാത്തുൽ വാറക്കാത്തു സർവാത്തു ഓതിക്കൊണ്ട് അസ്സലാമു അലൈക്കും പറയാൻ പൂർത്തിയാക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് യാത്രക്കാർക്കുള്ള ആനുകൂല്യമാണ്. സുന്നത്ത് നിസ്കാരത്തിന് കിബില ആവശ്യമില്ല എന്നുള്ളത് നടന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും. ഫർദ് നിസ്കാരം പറ്റില്ല. പിന്നെ ഫർദ് നിസ്കാരക്കുള്ള ആനുകൂല്യമാണ്. പിന്നെ നോമ്പുകാർക്ക് നോമ്പ് മുറിക്കാം. അത് യാത്രക്കാർക്കുള്ള ആനുകൂല്യം. പക്ഷെ ഇതൊക്കെ ഹലാലായ യാത്രയാവണം. പൈസ കടക്കാരുണ്ടെങ്കിൽ കടക്കാരന്റെ സമ്മതം ഇല്ലാതെ ഗൾഫിലേക്ക് പോയാൽ നിനക്ക് ജമ്മും കസറൊന്നും പറ്റില്ല, അജ്ജിനും പറ്റില്ല കേട്ടാ.
ഇത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കണ്ട. യാത്രക്കാരെ 5 ക്ലാസ് കേൾക്കും, ജമ്മു കസ്രായി നിസ്കരിക്കാം, ക്ലാസ് എല്ലാം എടുക്കും. നാട്ടിലാണ് പൈസ കൊടുക്കാണ്ട് വേണ്ടിയിട്ടെങ്കിൽ പറ്റൂല. കടക്കാരുടെ സമ്മതമില്ലാതെ യാത്ര പോയാൽ ഹറാമായ യാത്രയാണ്. കടം കൂട്ടാൻ കഴിവുള്ളവൻ കടക്കാർക്ക് കൊടുക്കാതെ സുബ്ഹാനല്ലാഹ് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നെ റസൂലുള്ളാഹിക്ക് പറയാം. അപ്പൊ കടക്കാരന്റെ സമ്മതം, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യ പോവുക, ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഞങ്ങൾ ഉദ്യോഗസ്ഥനാണ്, ഭർത്താവിന്റെ ആവശ്യത്തിന് തന്നെ പോകുന്ന പറ്റിയ ഭർത്താവിന് സമ്മതം എടുത്തിട്ടില്ല, ഞാൻ പോകുമ്പോൾ ഈ അവസ്ഥ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ